നമുക്കിന്ന് അച്ചപ്പുണ്ടാക്കാം. ഓക്കെ, വാ അച്ചപ്പുണ്ടാക്കാം. കിച്ചു ബൈ പറ. ദച്ചുൻ്റെ കിച്ചൂനും കൊണ്ട് ഇന്ന് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം. വിഷം പിണങ്ങി നടക്കുകയാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നില്ല. അപ്പോൾ ഇവർക്ക് സ്കൂള് പൂട്ടി എന്തേലും എപ്പോഴും കഴിക്കേണ്ടി വരില്ലേ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കണം, ഒരു അച്ചപ്പം സെറ്റ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന്. വേറൊന്നുമില്ല, ജസ്റ്റ് അരിപ്പൊടിയും മുട്ടയും തേങ്ങാപ്പാലൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്ക് മടിയായതുകൊണ്ട് ഞാനുണ്ടല്ലോ മറ്റേ പാക്കറ്റ് തേങ്ങാപ്പാൽ, പിന്നെ നമ്മളെ സോഡാപ്പൊടി കുറച്ച് എള്ളും കൂടി ഇട്ടിട്ട് നമുക്കൊരു കുഞ്ഞച്ചപ്പം ഉണ്ടാക്കിയെടുക്കാവേ. അച്ചാമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അച്ചാമ്മ വാ വാ വാ. അടപ്പ് താഴെ വീണെങ്കിൽ പൊട്ടും തെച്ചു. അടപ്പ് തെച്ചു തന്നെ കുപ്പിയുടെ അടപ്പൊക്കെ, അല്ല ഭരണിയുടെ അടപ്പൊക്കെ എടുത്ത് കളിക്കാം. ആ ഇതാണ് ഭരണി. എന്താണ് ഇതാണ് നമ്മുടെ ഇതെന്താണ് വെച്ചു? അച്ചപ്പത്തിന്റെ കോടിയാ? അതെന്ത് സാധനം? ഇതാണ് നമ്മുടെ അച്ചപ്പത്തിന്റെ കമ്പ്. ഇത് അച്ചപ്പത്തിന്റെ ചുമ്മാ. ഇതാണ് അച്ചപ്പത്തിന്റെ അച്ച്. എന്താണ് ഇത്? നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. ഇത് വെച്ചിട്ട് അച്ചെന്ന് പറയുമ്പോ അച്ചപ്പോ, അച്ചെന്ന് ഇല്ല ഇല്ല ഇല്ല, ചൂടാക്കില്ല, അടുപ്പത്ത് വെച്ചേക്കണേ. ദച്ചുനെ എങ്ങോട്ട് മാറ്റിയിട്ടപ്പോൾ ഞാൻ ആ മാവൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. അപ്പോഴേക്ക് ഇന്നാ ഭരണി പൊളിച്ചെടുക്കുമെന്നാണ് തോന്നണത്. വെയ്യവിടാ വെയ്യവിടാ വെയ് 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 വെയ്. കിച്ചുനെ കൊണ്ട് താഴെ ഇറങ്ങിയ അച്ചാമ്മ എടുത്ത് പോയിരുന്ന ഇവിടെ എന്നാ ഞാൻ എങ്ങനെ ഉണ്ടാക്കും? എന്തൊക്കെ പറയണ? എന്താ അച്ചാമ്മ എടുക്കുന്ന അച്ചാമ്മ ഉണ്ടാക്കുന്ന കഥയൊക്കെ പറഞ്ഞു. അച്ചാമ്മ എവിടെയല്ലേ അച്ചാമ്മ? ഇവിടെ ഇരിക്കും. എവിടെ നോക്കട്ടെ. അവിടെ എന്തോ നനഞ്ഞു കിടക്കണം. എവിടെ? അവിടെ നനച്ചൊന്നുമില്ല. ചെറു ടവലെടുത്തിട്ട് ഇവിടെ ഒരാള് വന്നിരിപ്പുണ്ടേ, കാണിച്ചു തരാം ആരെന്ന്. കുറേ നാളായി കണ്ടിട്ട്. ഇത് കണ്ട ആരെന്ന്? ഇതാര് തെച്ചു? അച്ചാമ്മ. അച്ചാമ്മ പണ്ടത്തെ ഭയങ്കര നമ്മുടെ എല്ലാ പലഹാരവും എല്ലാ അച്ചാമ്മേനും ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന അച്ചാമ്മ ഭയങ്കര ഷെഫായിരുന്നു. കാര്യം അച്ചാമ്മ ഉണ്ടാക്കാത്ത പലഹാരങ്ങളൊന്നുമില്ല. എല്ലാ അലുവ വര, എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അച്ചാമ്മ എന്തേലും അത് നീ കഴിച്ചിട്ടുണ്ടാ? ഇവള് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ അച്ചാമ്മ എന്ത് അപ്പം തന്നെ ഉണ്ടാക്കും. പക്ഷെ ഇപ്പം പല്ല് പോയ സിംഹമാണ്, ഇപ്പം ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മാവൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വരാമേ. ദച്ചു അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയാണ്. ഇവള് തലയും കുത്തി വന്ന് ദച്ചുവിനെ കിച്ചുവിനെ എടുത്തോണ്ട് വെളിയിൽ ഇറങ്ങ്. ആ വിഷുവിനെ കാണാനില്ല കേട്ടോ. വേണ്ട, ദച്ചു സൈക്കിളും കൊണ്ട് വെളിയിൽ ഇപ്പം ഉണ്ടായിരുന്നു. ദച്ചു ഉണ്ടോ? ദച്ചു എന്തോന്നോ താഴെ ഇരുന്ന് അച്ചാമ്മൻ്റെ അടുത്ത് നിന്ന് പുളുക്കതയൊക്കെ അടിച്ച് കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ടൈം കൊണ്ട് ഞാൻ ഇവിടെ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കണ്ടോ, അച്ചപ്പത്തിനുള്ള മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ചാമ്മയുടെ അച്ചപ്പം പണ്ട് അച്ചാമ്മ അരിയൊക്കെ അരച്ച് നല്ല രീതിയിലാണ് ഉണ്ടാക്കണം. അതൊരു ദിവസം നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അരി പൊടിച്ച് എന്തോ നേണ അച്ചാമ്മ തെച്ചു കൂടാ.
അച്ചാമ്മ ദച്ചുവാണ് കൂട്ടുകാര്. അച്ചാമ്മേര ചെല്ലക്കുട്ടികൾ. ബിച്ചുമോനെ, അച്ചാമ്മ പണ്ട് അമ്മയ്ക്ക് ചേട്ടനെ നീരജിന് അച്ചാമ്മയ്ക്ക് അല്ല നിമ്മൂര് കുഞ്ഞയ്ക്ക് എല്ലാവർക്കും എന്താണ് ഉണ്ടാക്കി തന്നത്. നമ്മൾ 5 പേരും ഒരു വീട്ടിലായിരുന്നേ. അപ്പോൾ അച്ചപ്പൊക്കെ പാത്രത്തിലാക്കിയിട്ടേക്ക് നമ്മൾ പറക്കിയെടുത്ത് കഴിച്ചുകൊണ്ടേ നടക്കും. ഈ ഓണം വെക്കേഷനൊക്കെ ആകുമ്പോൾ എല്ലാ സ്നാക്സും വീട്ടിൽ തന്നെ ടിന്നിൽ അടച്ചടച്ച് വെച്ചേക്കും. കുറേ ഇരുന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ഉണ്ടാക്കുമല്ലേ ചാമ്മ? ഇവർക്കൊന്നും അതിനുള്ള ഭാഗ്യമില്ല. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാനുള്ള ഭാഗ്യമുള്ളൂ. അല്ലാതെ ഒരു സാധനം പോലും കടയിൽ നിന്ന് മേടിച്ച് തരില്ല. നമുക്കെല്ലാം വീട്ടിലുണ്ടാക്കി തരണേണത്. ആ പിന്നെ എന്തൊക്കെയാണ് ഉണ്ടാക്കി തരണേന്ന് ചോദിച്ചാണ്. ഓണായി ഇങ്ങെത്തി, ഓണം ഇങ്ങെത്തി. അതെന്ത് അതെന്ത് കൂടുതലാണ് അങ്ങനെ ഇരിക്കൂലല്ലേ. അതുകൊണ്ട് ഇതൊക്കെയാണെങ്കിൽ അങ്ങ് മാസങ്ങളോളമാണ് ഇരിക്കണത്. മുറുക്കി അച്ചപ്പം. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി കേട്ടാ. ഇത് പതുക്കെ മുക്ക് ഫുള്ള് മുക്ക്. ഇല്ല നല്ല ചൂടായി. നോക്കട്ടെ, വിഷു എണ്ണ വെച്ചുള്ള കളിയാണ്. വിളവല്ലേ കട്ടി ഉടിപ്പായ മൂത്ത് കേട്ടോ. നമ്മുടെ ഫസ്റ്റത്തെ അച്ചപ്പം ഫ്ലോപ്പായി. ഈ അച്ചക്ക കഴിക്കും ഒന്നും കൂടെ നമ്മൾ ട്രൈ ചെയ്യാണ് കേട്ടാ. ഫസ്റ്റത്തെ എന്ത് പറ്റിയാണ് നിൽക്കുമ്പോഴത്തേക്ക് തിളക്കുന്നില്ല കേട്ടോ. ജീവനും കൊണ്ട് ഓടിക്കോ മതിയാ ചൂടായ വിശ്വസിക്കേ. കുടഞ്ഞോ എന്തോ പണി പറ്റി. ഫ്ലോപ്പായ അച്ഛനെ മുക്കി വെച്ചിട്ട് 5-6 അടി അടിക്കമ്മ. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ അച്ചപ്പം ഫ്ലോപ്പ്. ഇനി മൂന്നാമത്തത് നോക്കാം. മൂന്നാമത്തെ അച്ചപ്പോഴെങ്കിലും റെഡിയാകുമോ എന്തോ. ഒന്നിപ്പഴച്ച 3 ഇത് നടന്നില്ലെങ്കിൽ നമ്മൾ അച്ചപ്പത്തിന്റെ മാവ് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. അപ്പം അച്ഛ മാറ്റിട്ട് അപ്പം ഉണ്ടാക്കാം. പിള്ളേരെല്ലാം പിള്ളേരെ പാട്ടിന് പോയി. അച്ചപ്പം ഫ്ലോപ്പായതുകൊണ്ട് അവരവരെ പാട്ടിന് പോയി. ഇതോട് നിന്നിട്ട് കാര്യമില്ലെന്നറിയാം. മിക്കവാറും ഞാൻ ഇന്ന് അച്ചപ്പം മൊത്തം മാവ് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. ഒരാൾ 2 പേരും കൂടി അച്ചപ്പം ഉണ്ടാക്കി അച്ചപ്പം പറക്കിട്ട് മാറ്റിയില്ലേ. അച്ഛ സൈക്കിൾ എടുത്ത് വെച്ചിട്ട് പോവാൻ പറഞ്ഞാണ്. എന്തോ കാണിച്ചോട് വെച്ചു. അച്ചപ്പം കാണിച്ചോട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. അവളെടുത്ത് എന്തോ ചോദിച്ചാലും കൊള്ളാം. ആര് എന്റെ അടുത്ത് പറയണേ മുട്ട പൊട്ടിച്ചൊക്കെ കൂടും കേട്ടോ. ഭയങ്കരമായിട്ട് വഴക്ക് കൂടാൻ വെട്ടിക്കുകയാണ്. വഴക്ക് കൂടണ കുരുത്തക്കെട്ട പെങ്കൊച്ച്. ഫൈനലി നമ്മൾ അച്ചപ്പം കണ്ട. അച്ചപ്പം എടുത്ത് പറഞ്ഞ് കാണിച്ചേ വിശ്വ. അച്ചപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അവസാനം നമ്മൾ ശരിയാക്കി എടുത്ത കേട്ടാ. കിടുകിട് നന്നായിട്ട്. പിന്നെ അവസാനം എന്താണ്ട അവസാനം വന്ന മാവിൽ ഉണ്ടാക്കിയതാണതാ കണ്ട.
പക്ഷെ കറുമുറ ശബ്ദം കേൾക്കണുണ്ട. നല്ല അച്ചപ്പം വരുന്ന കേട്ടോ. പക്ഷെ എന്തോ ഒരു ഒട്ടിപ്പിടിച്ച ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അച്ചാമ്മ അച്ചപ്പൊക്കെ തൊട്ട് തളർന്നിരിക്കുകയാണ്. ദച്ചു അച്ചപ്പം കൊണ്ട് കൊടുക്കണം. അച്ചപ്പം കൊണ്ടുവന്നില്ലേ അച്ചാമ്മ? അച്ചപ്പം കൊണ്ടുവരുന്നില്ല. മറ്റേ ഉണ്ണിയപ്പം പോലത്തെ സാധനം മാവിൽ ഉണ്ടാക്കിയതാണ് അച്ചാമ്മയ്ക്ക് കൊണ്ടുവരുന്നത്. ദച്ചു അച്ചപ്പം എടുത്തോണ്ട് വിടും മോനെ. അവിടെ ഇരിക്കുന്നതാണ് അച്ചപ്പം. എന്റെ കുഞ്ഞ്, നീ എന്തോ പറഞ്ഞ അച്ചപ്പം അല്ല കുച്ചപ്പം. കുച്ചപ്പം എടുത്തോണ്ടോ വിശ്വ? അച്ചാമ്മയ്ക്ക് അച്ചപ്പം എടുത്തോണ്ടോ? ദച്ചു കൊണ്ട് കൊടുത്തില്ല. എങ്ങനെയുണ്ട് അച്ചാമ്മ? അച്ചപ്പം അച്ചാമ്മ തന്നെ തിന്നു. അപ്പൊ ഞാനാരായി? അച്ചാമ്മരച്ചപ്പം ഇതല്ല. അച്ചാമ്മരച്ചപ്പം മറ്റേ അരി പൊടിച്ചുണ്ടാക്കണേ. ഇത് ഞാൻ കണ്ടുപിടിച്ച അച്ചപ്പം. വറുത്ത മാവിലെ അച്ചപ്പം, പച്ച മാവിലെ അച്ചപ്പം ഉണ്ടാക്കിയാല് അച്ചാമ്മരച്ച. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം തുടങ്ങി. ഇവർക്ക് ദച്ചു എന്തോന്ന് നാളെ സ്കൂളിൽ പറ്റുന്നു എല്ലാം കഴിക്കുന്നുണ്ട്. ദച്ചു ജങ്ക ജഗ ജഗ ജഗ. അപ്പോ ഹാപ്പി ഓണം. പിന്നെ പറ ഹാപ്പി ഓണം. പിന്നെ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമന്റും ചെയ്യണം. ഓക്കെ. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഈ അച്ചാമ്മേന്റെ അച്ചപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണ്ടല്ലോ ബാക്കി.